നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യങ്ങളും സാമൂഹിക സുരക്ഷാ പെൻഷനും വാങ്ങുന്നവരെല്ലാം ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ബയോമെട്രിക് മസ്റ്ററിങ് സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെയാണുള്ളത്. മസ്റ്ററിങ് ഇനിയും ചെയ്യാനുള്ളവർ എത്രയും വേഗം ഇത് പൂർത്തിയാക്കേണ്ടതാണ്. ആധാർ കാർഡുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് വേണം ഇത് പൂർത്തിയാക്കുന്നതിന്. നമുക്ക് ആനുകൂല്യം സെപ്റ്റംബർ മാസം വരെ മുടങ്ങുകയില്ല. എന്നാൽ ഒക്ടോബർ മാസം മുതൽ നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുണ്ടാവണം. മസ്റ്ററിങ് ഒരുപക്ഷെ ചിലർക്കൊക്കെ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്, കാരണം നമ്മളുടെ ആധാർ അപ്ഡേഷൻ ചെയ്യാത്തത് മൂലം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആധാർ കാർഡ് ആദ്യം അപ്ഡേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ചിലർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വേഗം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേരുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് കണ്ടെത്തി പരിഹരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മസ്റ്ററിങ് കൂടി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മസ്റ്ററിങ് പൂർത്തിയാക്കിയാലേ നമുക്ക് പെൻഷൻ ഒക്ടോബർ മാസം മുതൽ ലഭിക്കുകയുമുള്ളൂ. നിലവിൽ ഈ ഒരു സമയത്ത്, അതായത് മസ്റ്ററിങ് നടത്തപ്പെടുന്ന 2 മാസങ്ങളിൽ, ഇനി സെപ്റ്റംബർ മാസം വരെ മസ്റ്ററിങ് ആണ്, ആ ഒരു സമയത്തെല്ലാം കൃത്യമായിട്ട് അനുവദിക്കുന്ന പെൻഷൻ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭ്യമായിക്കൊള്ളും. ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് വന്നിരുന്നു. കൈകളിൽ തുക വിതരണം പരിമിതപ്പെടുത്തി. കൂടുതൽ ആളുകൾക്കും ഇനി ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സഹായം എന്നൊക്കെയുള്ള അറിയിപ്പുകൾ വന്നിരുന്നു. എന്നാൽ അതിന് സാവകാശമുണ്ട്. ഇപ്പോൾ ധൃതി പിടിച്ച് ഇതിനുവേണ്ടി ഓടേണ്ട ആവശ്യമില്ല. ഇനി നിലവിൽ അക്കൗണ്ട് ഉണ്ട്, പക്ഷേ അത് ആക്റ്റീവ് അല്ല എങ്കിൽ KYC രേഖകളൊക്കെ സമർപ്പിച്ച് അക്കൗണ്ട് ആക്റ്റീവ് ആക്കിയൊക്കെ എടുക്കുക. പ്രത്യേകിച്ച് ഈ സമയത്ത് ഓണക്കാലമായതുകൊണ്ട് കൂടുതൽ തിരക്കുകൾ ബാങ്കിൽ കൂടി അനുഭവപ്പെടുന്ന സമയമാണ്. അതിനുശേഷം ചെയ്താലും മതിയാകും. നമുക്ക് ഈ നിയമം പ്രാബല്യത്തിലായിട്ടില്ല. നിലവിൽ തുടരുന്ന രീതിയിൽ തന്നെ, അതായത് കൈകളിലേക്ക് ധനസഹായം എത്തിച്ചേരുന്നതിൽ തടസ്സമൊന്നുമില്ല. ഓണക്കാലത്തും തുടർന്നുള്ള കുറച്ച് മാസങ്ങളിലും നമുക്ക് സാധാരണ രീതിയിൽ തന്നെയായിരിക്കും പെൻഷൻ വിതരണം നടത്തപ്പെടുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ സ്പെഷ്യൽ അരി വിഹിതമെല്ലാം തന്നെ റേഷൻ കടകളിൽ വാങ്ങാൻ സാധിക്കും. APL വിഭാഗത്തിന് 10 കിലോ അരിയാണ് 26 രൂപ നിരക്കിൽ നിലവിൽ വിതരണം ചെയ്തു വരുന്നത്. അതുകൂടാതെ തന്നെ മറ്റ് സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി സപ്ലൈകോയെയും ആശ്രയിക്കാം. സബ്സിഡി ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ പ്രത്യേക കിറ്റുകൾ ആവശ്യമുള്ളവർക്ക് ആ രീതിയിൽ കിറ്റുകൾ കൂടി വാങ്ങാനുള്ള അവസരമുണ്ട്. 4ഓളം വരുന്ന സ്പെഷ്യൽ കിറ്റുകൾ ഈ സമയത്ത് വിതരണം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് ചാനലിൽ വിശദമായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം PM കിസാൻ സമ്മാൻ നിധി ഏറ്റവും വലിയൊരു ധനസഹായ പദ്ധതിയാണ്. പ്രതിവർഷം 6000 രൂപയാണ് സഹായം ലഭിക്കുക. ഈ സഹായം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഈ വാർഷിക KYC ചെയ്യേണ്ടത് ആവശ്യമാണ്. KYC ചെയ്യാനുള്ളവർ ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻ്ററുകളിലും എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പൂർത്തിയാക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മളുടെ ഈ വാർഷിക മസ്റ്ററിങ് കാര്യങ്ങൾ പൂർത്തീകരിക്കുക. തുടർന്ന് വരുന്ന ധനസഹായങ്ങൾ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത്. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് മാസം 16-ാം തീയതി മുതൽ പുതിയ നിയമം കൊണ്ടുവരും. അതായത് KYC ചെയ്യാത്തവർക്ക് ഒരുപക്ഷെ റീഫില്ല് മുടങ്ങാനോ അല്ലെങ്കിൽ വിപണി വിലയേക്കാൾ ഉയർന്നൊരു നിരക്ക് ഈടാക്കാനോ സാധ്യതയുണ്ട്. KYC ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം പൂർത്തിയാക്കുക. നിലവിൽ അവസാന തീയതി കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ ആ ഒരു സമയത്ത് റീഫിൽ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. നമുക്ക് KYC ചെയ്തിട്ടില്ലാത്തവർ മാത്രം ഇത് ചെയ്താൽ മതി. മുൻപ് 2024 ഈ നിയമം കൊണ്ടുവന്നത്. 2024 മുതൽ 2026 വരെയുള്ള കാലയളവിൽ എപ്പോഴെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്തവർ, ഒരിക്കൽ പോലും ഇത് ചെയ്തിട്ടില്ലാത്തവർ മാത്രമാണ് KYC പൂർത്തിയാക്കേണ്ടത്. നിലവിൽ വിദേശത്തോ അല്ലെങ്കിൽ ഉടമ മരണപ്പെട്ടു പോയിട്ടുണ്ടോ എങ്കിൽ നിലവിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം KYC പുതിയ ഉടമ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.